Good morning. Good morning, ma'am. Good morning, ma'am. Good morning, all. Good morning, ma'am. Good morning. ടൈം ടേബിൾ ചെറിയൊരു മാറ്റമുണ്ട്. ഇനി മുതൽ വെനസ്ഡേ ഞാനായിരിക്കും, തേഴ്സ്ഡേ സാറായിരിക്കും കേട്ടോ. ഓക്കെ, ജോബ് സാറിന്റെ ക്ലാസ് ഞാനായിരിക്കും കേട്ടോ. അപ്പോ നമ്മള് ഇന്ന് തയ്യാറാരാണ്? ഞാൻ പാടാം. ഓക്കെ. O God, true origin of all knowledge, bless our studies which we offer to you, enlighten our minds, strengthen our memories, and direct our wills towards what is right. Grant us light to see truth always, and make us truly wise. Thank you, God. Good morning. Thank you, God. Okay, you know, sign in and thought of the day. സൈൻ ഇൻ ഇല്ല. ഇതെല്ലാവർക്കും ഭയങ്കര മടിയാണല്ലോ ഇപ്പൊ ഓരോ ആക്ടിവിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട്. സൈൻ ഇൻ ഇല്ല, ഉറപ്പാണോ? ഓക്കെ, നിങ്ങൾ ബട്ടണിങ് ഫ്രെയിം ചെയ്തോ? ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ല, ഒരു ബട്ടണിങ് ഫ്രെയിം. നിഷ്ഠിച്ചിട്ടാണോ തന്നത് ബട്ടണിങ് ഫ്രെയിം ചെയ്യാനായിട്ട്? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ നിങ്ങള്? Yes, ma'am. കേൾക്കാം. ബട്ടണിങ് ഫ്രെയിം ചെയ്തോ? അതിന്റെ ഷൂലേസിന് ചെയ്തു. അത് എന്നത്തേക്ക് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? 6-ാം തീയതി പറഞ്ഞായിരുന്നു. മിസ്സിന്റെ ക്ലാസ് തേഴ്സ്ഡേ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞായിരുന്നു. ബട്ടണിങ് ഫ്രെയിം എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേക്ക് എല്ലാവരുടെ കയ്യിലും ബട്ടണിങ് ഫ്രെയിം വേണം. നെക്സ്റ്റ് ഒരു ഐറ്റം കൂടി ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ ഈ ക്ലാസ്സിന് മുമ്പ് തരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ 2 ഐറ്റംസ് നമുക്കൊന്ന് ഷോ ചെയ്യിപ്പിക്കാം, കാണിക്കാം, പ്രസന്റ് ചെയ്യിപ്പിക്കാം. പക്ഷെ ഞാൻ ഒരു ആക്ടിവിറ്റിയുടെ തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അത് കളറിംഗ് ബോക്സ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് നമ്മൾ കളർ പഠിപ്പിക്കില്ലേ? കളറുകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ യൂസ് ചെയ്യുന്ന കളറിംഗ് ബോക്സ് ആണ്. നമുക്ക് ഇതിന്റെ പ്രൈസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. നമുക്കത് വാങ്ങിക്കാനൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അത് വാങ്ങിക്കാനായിട്ട് അഫോർഡബിൾ ആയിരിക്കില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഒരു കളറിംഗ് ബോക്സ് നമ്മൾക്ക് സ്വന്തമായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയാലോ? പറ്റോ? നിങ്ങൾ എല്ലാവരും അപ്പൊ നിൽക്കണം കേട്ടോ. ഓരോ ഐറ്റംസ് ഈ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് അത് ഉപകാരപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇതാണ് കളറിംഗ് ബോക്സിന്റെ എക്സാമ്പിൾ. ജസ്റ്റ് ഒരു വുഡൻ ബോക്സ് ആണ് കളറിംഗ് ബോക്സ് എന്ന് പറയുന്നത്. മോണ്ടിസോറിയിൽ വുഡൻ ബോക്സ് ആണ്. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മതി. ഓരോ കളറ് ഓരോ ഷെയ്ഡുകൾ കണ്ടോ നമ്മുടെ കളറിംഗ് ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾക്ക് എത്ര മാക്സിമം കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അത്രയും കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക ഈ കളറിംഗ് ബോക്സിൽ. മോണ്ടിസോറിയുടെ ഒരു മെറ്റീരിയൽ ആണ് നമ്മള് ഈ കളറിംഗ് ബോക്സ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് അപ്പൊ കളറുകൾ പെട്ടെന്ന് തിരിച്ചറിയാനും കൂടുതൽ പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബട്ടണിങ് ഫ്രെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ആക്ടിവിറ്റി ഏതാണ്? കളറിംഗ് ബോക്സ് ആണ്. ഓക്കെ, നമുക്ക് ഇതേപോലത്തെ പേപ്പേഴ്സ് കിട്ടും. ഇത് തുണിയാണ്, പേപ്പേഴ്സ് കിട്ടും. പല ടൈപ്പ് കളറിംഗ് പേപ്പേഴ്സ് കിട്ടില്ലേ? യെസ് മാം. ഓക്കെ, നമ്മളിപ്പോ ബുക്ക് സ്റ്റോളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ പല ടൈപ്പ് എന്ത് കിട്ടും? കളേഴ്സ് പേപ്പേഴ്സ് കിട്ടും. സോ ആ കളേഴ്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു കളറിംഗ് ബോക്സ് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തോരം കളേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും കളേഴ്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കളറിംഗ് ബോക്സ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ബട്ടണിങ് ഫ്രെയിം എല്ലാവരും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇതൊക്കെ എപ്പോഴാണ് വരാൻ
എല്ലാവരും നാളെയാണ് അത് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നേ. പക്ഷെ നാളെ ലീവാണ് മാം. മോൻ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? നാളെ ചെയ്യല, ഇപ്പൊ ഞാൻ പുറത്താ ഉള്ളത്. കുഴപ്പമില്ല. ആരെങ്കിലും പ്രസന്റ് ചെയ്യാനായിട്ട് തയ്യാറാണോ? ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ കളറിംഗ് ബട്ടണിംഗ് ഫ്രെയിംസ്? മാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചായിരുന്നു. കാണിച്ചിരുന്നു അല്ലെ? വേറെ ആരെങ്കിലും? ഞാൻ ഷൂലേസ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ, ബാക്കി വെട്ടി വെച്ചേക്ക് കാർഡ്ബോർഡിലേക്ക് ഒട്ടിക്കാനുണ്ട്. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഓരോ ഐറ്റംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് പറയണത്. അതൊക്കെ കൂടുതൽ നല്ലതാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കേടാ, എല്ലാരും നല്ലതാണ് കേട്ടോ. അപ്പൊ ബാക്കിയുള്ളത് കൂടി കംപ്ലീറ്റ് ചെയ്യാം. എല്ലാവരുടെ കയ്യിലും ഈ പറഞ്ഞ എല്ലാ കംപ്ലീറ്റ് ആക്കണം എല്ലാവരും. എനിക്ക് ക്ലാസ് ഒന്ന് ഇതായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് മാറിയതുകൊണ്ടാണ് അപ്പൊ ആ ഒരു പ്രശ്നം വന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എന്തായാലും ബാക്കി എല്ലാ പിള്ളേരും എന്ത് ചെയ്യണം? ബട്ടൺ ഫ്രെയിംസ് പ്രസന്റ് ചെയ്യണം. പ്രസന്റ് ചെയ്യൂല എല്ലാവരും? ഞാൻ വിശ്വസിച്ചാണ്ടാ പോണത്. നെക്സ്റ്റ് ഞാൻ വരുമ്പോ എന്റെ കുട്ടികളെല്ലാവരും ഇത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടല്ലോ. ഓക്കെ, മിസ്സിന്റെ ക്ലാസ് ആണോ? വെനസ്ഡേ മുതൽ അങ്ങനെയായിരിക്കും. വെനസ്ഡേ ഞാനായിരിക്കും എടുക്കണം കേട്ടോ. മാം നെക്സ്റ്റ് വെനസ്ഡേ ഉറപ്പായിട്ട് കാണിക്കാം മാം. നാളെ ലീവാന്ന്, അതുകൊണ്ടാണ്. നാളെ എന്റെ ക്ലാസ് ആണ്, ഞാൻ ഷിഫ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. വെനസ്ഡേ ഞാനാണ്, ജോബ് സാറ് നെക്സ്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മള് പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ഈ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ എടുത്തു ഞാൻ. സൊസൈറ്റി ഓഫ് കോഹീഷൻ എടുത്തോ? തുടങ്ങി വെച്ചു മാം. ഇൻട്രൊഡക്ഷൻ എടുത്തു. അപ്പൊ സൊസൈറ്റി ഓഫ് കോഹീഷൻ നമ്മൾ പറഞ്ഞു വരുന്നത് എന്തായിരുന്നു? നമ്മള് ഈ എൻവയോൺമെന്റിൽ, നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ തമ്മിൽ നല്ലൊരു കെട്ടുറപ്പുണ്ടാവും, ഒരു ടുഗദർനെസ്, നല്ല ഫീലിംഗ് ഓഫ് നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവും. നമ്മളിപ്പോ നിങ്ങൾ തന്നെ നമ്മൾ ഇത്രയും പേരുണ്ട്, 33 സ്റ്റുഡൻസ് ഈ ക്ലാസ്സിലുണ്ട്. നിങ്ങൾ തമ്മിൽ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു 6 മാസം കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ലേ? ഒരു എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഗ്രൂപ്പിലായാലും അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ പറഞ്ഞിട്ട് തരുന്നില്ലേ? ആർക്കെങ്കിലും ഒരാൾക്ക് അറിയാത്തതാണെങ്കിൽ പോലും അത് അവർക്ക് അറിയുന്ന രീതിയിൽ അവർ പറഞ്ഞു തരുന്നുണ്ട്. മറ്റുള്ളവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. മുമ്പത്തെ ആ ഒരു എന്താ പറയാ സ്ട്രേഞ്ച് അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് പരിചയമില്ലാത്ത സമയത്തുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പില്ല. അപ്പൊ നമ്മളെല്ലാവരും ഒരേപോലെയാണ് അല്ലെ? എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ നോർമലൈസ്ഡ് ചൈൽഡുകള് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് ആദ്യം വരുമ്പോൾ അവർ എങ്ങനെയാണ് ആ കുട്ടികൾക്ക് ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അത്രയും അറ്റാച്ച്മെന്റോ ഈ ഒരു എൻവയോൺമെന്റ് കാണുമ്പോൾ ഒരു കൗതുകങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ നോർമലൈസ്ഡ് ചൈൽഡായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എൻവയോൺമെന്റിനോടൊപ്പം അവരെന്താവും? അറ്റാച്ച്ഡ് ആവും, ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവും. ഇവിടെ പിന്നെ വരുന്ന ഫീലിങ്സ് എന്ന് വെച്ചാൽ ലവ് ആണ്. അവരുടെ യങ്ങർ വൺസിനെ, അവരെക്കാൾ താഴ്ന്ന കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ള മറ്റു കുട്ടികളെയൊക്കെ അവർ സ്നേഹിക്കും. പിന്നെ അവർക്ക് ഷെയറിങ് ഹാബിറ്റ്സ്, അതേപോലെ ഹാർമണി, ഇതെല്ലാവരും അവരിലെ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്തു വരും. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ഡിസിപ്ലിൻ നമ്മൾക്ക് കാണാൻ പറ്റും. അത് ഈ ഒരു കൺസെപ്റ്റ് അവരൊരു ഡിസിപ്ലിൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്രോപ്പർ വേ ഓഫ് ഹാൻഡ്ലിംഗ് ആണ്. അവരുടെ എൻവയോൺമെന്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അത് കറക്റ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മള് ഒരു എംറ്റിയുടെ ക്ലാസ് റൂമിലേക്ക് അല്ലെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവരൊരു എല്ലാവരും തമ്മിൽ നല്ലൊരു അച്ചടക്കം, അതേ ഒരു ഫീലിങ്സ് നമുക്ക് തോന്നും. സാധാരണ മറ്റു ക്ലാസ് റൂമിൽ ഒരു ബെഞ്ചിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അവരെ ഇരുത്തി പഠിപ്പിക്കുക ചെയ്യുന്നത്. അവർക്ക് അവിടെ മൂവ്മെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അനങ്ങാൻ പോലും നമ്മൾ റൈറ്റ്സ് കൊടുക്കില്ല. പക്ഷെ ഇവിടെ നമ്മൾ എല്ലാ ഫ്രീഡവും കൊടുത്തിട്ടാണ് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്നത്. അവർക്ക് വേണ്ട ഫ്രീഡം നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഓരോ കാര്യങ്ങൾ അവരുടെ ഇഷ്ടത്തിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനും അതുവഴി അവരുടെ എനർജി, അവർക്ക് റിലാക്സേഷൻ, ആ ഒരു രീതിയാണ്. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തത് അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു എന്താണ്
സന്തോഷമാണ് വരുന്നത്. അതേപോലെ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയെന്ന് വിചാരിക്കും. മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാലും അത് കുഴപ്പമില്ല. മറ്റു എൽഡർ വൺസ് അല്ലെങ്കിൽ ഓൾഡർ വൺസ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യും. ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അവർ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പിംഗ് മെന്റാലിറ്റി ചെറുപ്പത്തിലേ അവർ ഡെവലപ്പ് ചെയ്യാണ്. അവർക്കറിയാം മറ്റുള്ളവരുടെ ഫീലിംഗ് റെസ്പെക്ട് ചെയ്യാനായിട്ട്. റെസ്പെക്ട് ചെയ്യും. അവർ റെസ്പെക്ട് ഫീലിംഗ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഫീലിംഗ്, മറ്റു കുട്ടികളുടെ ഫീലിംഗ്സ് റെസ്പെക്ട് ചെയ്യും. ആദ്യം കുറച്ച് പിടിവാശിയൊക്കെ കാണിക്കും. ഇത് എനിക്ക് മാത്രം കളിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞു നിൽക്കില്ല. കുറച്ച് കഴിയുമ്പോൾ ഇത് എനിക്ക് മാത്രമുള്ളതല്ല, മറ്റു കുട്ടികൾക്ക് കൂടി വേണ്ടതാണ് എന്ന് മനസ്സിലാക്കി അത് ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ റെസ്പെക്ട് ദ റൈറ്റ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ റൈറ്റ്സ് നമ്മൾ റെസ്പെക്ട് ചെയ്യും. നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ചെയ്തില്ലല്ലോ ഈ പോർഷൻ. ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് പറഞ്ഞല്ലേ ഉള്ളൂ. യെസ് മാം. ഓക്കെ, ആരാണ് വായിക്കുന്നത്? ഇൻട്രൊഡക്ഷൻ പാതി വായിച്ചാൽ മതി. ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കണേ, ഞാൻ വായിക്കാം കേട്ടോ. ഞാൻ വായിക്കാം മാം. ഒരു ഹാഫ് നോർമലൈസ്ഡ് വരെയും വായിച്ചാൽ മതി. ഒരു 3 സെന്റൻസ്. Unit 6, Society of Cohesion. In a Montessori classroom, children are provided with environment capable of being nourished. Teacher is careful about the various stages of development of the child and helps him with his internal needs. Thus, the child is able to work as per his will. So his mental and physical energy work in unison and the child becomes nourished. അല്ല, നോർമലൈസ്ഡ്. അവിടെ വരെ വായിക്കാനല്ലേ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് വായിച്ചോ. Thus a Montessori classroom becomes a gathering of normalized children. When children are normalized, it is possible to give them the perfect freedom in a class and yet have perfect discipline from them. This is the society of new children or society by cohesion referred to by Montessori. This is something formed by an attraction between or among children. It is a natural and spontaneous unification of cohesion. Children are able to attain such cohesion because they are naturally full of love, sympathy, and feel from others. Therefore, we should help them foster these qualities by giving them the right environment and conditions. ഓക്കെ, നമ്മള് മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മൾ കുട്ടികൾക്ക് അവർക്ക് അവരുടേതായ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു എൻവയോൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ടീച്ചേഴ്സ് അവരുടെ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിലും അവർക്ക് എന്തൊക്കെ നീഡ്സ് ആണ് വേണ്ടത്, അവരുടെ ഇന്റർണൽ നീഡ്സ് എന്തൊക്കെയാണ് അത് കണ്ടറിഞ്ഞ് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് ഇഷ്ടപ്രകാരം ദ ചൈൽഡ് ഈസ് ഏബിൾ ടു വർക്ക് ആസ് പെർ സ്പീഡ്. അതേ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. വേറൊരു എൻവയോൺമെന്റിലും അത് അലോ ചെയ്യില്ല. കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്തില്ല. സാധാരണ ലെക്ചർ ക്ലാസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു സീറ്റിൽ നിന്ന് ആ കുട്ടിയുടെ ക്ലാസ്സിലെ ഇത്ര അവേഴ്സ് ഉണ്ടെങ്കിലും ആ ഒരു സീറ്റിൽ തന്നെ അവരെന്ത് ചെയ്യാണ്, അവിടെ ഇരുത്താണ് നമ്മള്. അവനെ അനക്കുന്നില്ല. അവിടെ ഒരു മൂവ്മെന്റ്സും അവിടെ നടക്കുന്നില്ല. ഇങ്ങനെ നമ്മള് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ എനർജീസ് ഒരുമിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും മെന്റൽ എനർജി അല്ലെങ്കിൽ മൈൻഡും ബോഡിയും സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ നല്ല രീതിയിൽ മെന്റൽ എനർജിയും ഫിസിക്കൽ എനർജിയും ഒരുമിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് നല്ല നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് മോണ്ടിസോറിയിൽ നോർമലൈസ്ഡ് ചിൽഡ്രൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്യാദർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ട് ക്ലാസ് റൂമിൽ. ആ ക്ലാസ് റൂമിൽ അവന് വേണ്ട ഫ്രീഡം, ആ കുട്ടിക്ക് വേണ്ട ഫ്രീഡം നമ്മൾ കൊടുത്തിട്ട് അവര് അതിനനുസരിച്ച് നമ്മൾ ഫ്രീഡം കൊടുക്കുമ്പോൾ എല്ലാവരും പറയും ഫ്രീഡം അധികം കൊടുക്കാൻ പാടില്ല, കുട്ടികൾ വഷളാവും. അങ്ങനെയല്ല, നമ്മൾ ഫ്രീഡം കൊടുക്കണം. ഫ്രീഡം കൊടുത്തതൊന്നും നോർമൽ അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഒബ്സർവ് ഒക്കെ ചെയ്യണം. കുട്ടികൾ ഒരിക്കലും മിസ്യൂസ് ചെയ്യില്ല. അവർക്ക് കൊടുത്ത ഫ്രീഡം അവർ മിസ്യൂസ് ചെയ്യില്ല. പെർഫെക്റ്റ് ആയിരിക്കും. നല്ല ഡിസിപ്ലിനോടുകൂടി അവർ അവരുടെ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യും.
ഇങ്ങനെ വരുന്ന കുട്ടികളെയാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. നോർമലൈസ്ഡ് ചൈൽഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞില്ലേ, നമ്മൾ എന്താണ് നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഡീവിയേഷൻസ് സംഭവിച്ച കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്ത് ഓരോ ആക്ടിവിറ്റീസ് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവർ നമ്മൾ എന്ത് ചെയ്യും? നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റും. അങ്ങനെ വരുന്ന കുട്ടികൾ നമ്മൾ കൂട്ടത്തോടെ എന്ത് പറയും? സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ് ആൻഡ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ ഒരുമിച്ചാണ് വരുന്നത്. ഭയങ്കര ടുഗദർനെസ് ആണ്. കൊഹീഷൻ എന്ന് വെച്ചാൽ ടുഗദർനെസ് ഒരു മീനിങ് ആണ്, അല്ലെങ്കിൽ കെട്ടുറപ്പ്. ഇവർ തമ്മിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അവര് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, ഒരാളുടെ ഫീലിംഗ് റെസ്പെക്ട് ചെയ്യണം. അതൊക്കെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട. അവർക്ക് ഓൾറെഡി അത് മനസ്സിലാക്കും. ഈ നമ്മൾ ഈ ചെയ്യുന്ന ആക്ടിവിറ്റീസ് കണ്ട് അവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോറി. ഓക്കെ, അപ്പോ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ്, സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയും. ഇനി നമ്മൾ പറയുന്നത് ഈ കുട്ടികളിൽ അല്ലെങ്കിൽ ചിൽഡ്രൻസ് ആർ ഏബിൾ ടു അറ്റൈൻ സച്ച് കൊഹീഷൻ. ഇതെങ്ങനെയാണ് അവർ അറ്റൈൻ ചെയ്യുന്നത്? അവര് ഈ ഒരു നല്ല കൊഹീഷൻ അറ്റൈൻ ചെയ്യുന്നത് വെച്ചാല് കുറച്ച് ഘടകങ്ങളുടെ ഇതിലാണ്. ലവ്, അവർ തമ്മിൽ നല്ല സ്നേഹമായിരിക്കും. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണം, അവരോടൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. സിമ്പതി ഉണ്ടാവും, ഫീലിംഗ് ഫോർ അതേഴ്സ്. അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഒരാളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾക്കതെ നമ്മളൊരാളെ ഷൗട്ട് ചെയ്യുന്നതിന് മുമ്പ് അയാളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ നമുക്ക് ഷൗട്ട് ചെയ്യണമെന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്കങ്ങനെ ചെയ്യാൻ തോന്നില്ല. കാരണം ആ ഒരു സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മള് ഇങ്ങനെ വഴക്ക് പറയാൻ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാല് കേൾക്കാനായിട്ട് ബാധിച്ചതായിരിക്കും എന്നൊരു തിങ്കിങ് വരും. Therefore, we should help them foster this quality by giving the right environment and condition. പ്രോപ്പർ ആയിട്ടുള്ള റൈറ്റ് എൻവയോൺമെന്റ്, നല്ലൊരു കണ്ടീഷനും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ പറഞ്ഞ ക്വാളിറ്റീസ് കുട്ടികളിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. ലവ്, സിമ്പതി, ഫീലിംഗ് ഫോർ അതേഴ്സ്, അതേപോലെ അവർ തമ്മിലുള്ള ഒരു കെട്ടുറപ്പ്, അതേപോലെ എന്താണ് ഷെയറിംഗ് ഹാബിറ്റ്സ്, ഹാർമണി, ഇതെല്ലാം നമുക്ക് കുട്ടികളിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അവർ തമ്മിൽ നല്ല കോപ്പറേഷൻ ആയിരിക്കും. അവിടെ നല്ല ഡിസിപ്ലിൻ ഉണ്ടാവും. നല്ല രീതിയിൽ അവർക്ക് പെരുമാറും. നല്ല ഡിസിപ്ലിനുള്ള കുട്ടികളായിരിക്കും. അവർക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരിക്കലും സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ ഓർഡർ ചെയ്യുന്നതിനേക്കാളും നല്ലത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് സ്നേഹത്തോടെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവര് നല്ല ഒബീഡിയന്റ് ആയിരിക്കും. പിന്നെന്താണ്, നമ്മളുടെ നല്ല കുട്ടികളായിട്ട് നല്ല ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്കറിയാം, ഇന്ന് നമ്മൾ എന്താണ് പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ പല കുട്ടികളും പല സ്വഭാവങ്ങളാണ് പറയുന്നത്. ഞാൻ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തു എന്ന് തോന്നുന്നു. ലാസ്റ്റ് വീക്സ് എന്തോ ഏതൊരു കുട്ടി നമ്മുടെ പ്രിൻസിപ്പാളിന്റെ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് കണ്ടില്ലേ നിങ്ങള്? ഞാൻ ഈ ക്ലാസ്സിൽ തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടീനെ ഇപ്പൊ പോയിട്ട് നമ്മൾ വഴക്ക് പറയോ, അല്ലെങ്കിൽ ടീനേജ് അല്ലെങ്കിൽ അഡോളസന്റ് ഏജിലേക്ക് വന്നിട്ട് നമ്മൾ വഴക്ക് പറഞ്ഞ ആ കുട്ടീനെ നന്നാക്കിയല്ല വരുന്നത്. അവര് ചെറുപ്പത്തിൽ ഈ പറഞ്ഞ ശീലങ്ങൾ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ ദേ റെസ്പെക്ട് ഓൾഡേഴ്സ്. അവര് ആ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യും. ഈ മുതിർന്ന ആൾക്കാരോട് ഭയങ്കര റെസ്പെക്ട് ആയിരിക്കും. ഒരിക്കലും അവൻ ഒരു ബാഡ് വേർഡ്സ് യൂസ് ചെയ്യില്ല മുതിർന്നവരോട്. അവർക്ക് മറ്റുള്ളവരോട് ലവ് ഉണ്ടാവും, സിമ്പതി ഉണ്ടാവും, മറ്റുള്ളവരോടുള്ള ഫീലിങ്സ് ഉണ്ടാവും, സെന്റിമെന്റ്സ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ചെറുപ്പത്തിലേ ഡെവലപ്പ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോ ഇത്രയും ടീച്ചേഴ്സ് ഉണ്ട്, നമ്മൾക്ക് ഇത്രയും ടീച്ചേഴ്സിന് ഏതെങ്കിലും ഒരു കുട്ടിയുടെ ലൈഫിലെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരുത്താൻ പറ്റുകയാണെങ്കിൽ അത് നമ്മളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും വലിയൊരു എന്താ പറയാ, വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ വിചാരിക്കണം. നമ്മൾ പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു കുട്ടി നല്ല നിലയിലെത്തി. ചിലപ്പോ എല്ലാവരും പറയും ഒന്നും പഠിക്കാത്ത കുട്ടിയായിരിക്കും. നമ്മൾ ഒന്നും പഠിക്കുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ കുട്ടീനോട് പോയി അവന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അവനെ നമ്മുടെ രീതിയിലേക്ക് നോർമലൈസ്ഡ് ചൈൽഡാക്കി മാറ്റി എടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾ ഓരോരുത്തർക്കാണ്. ഇല്ല ഭാവിയിൽ അല്ലെങ്കിൽ അവൻ നമ്മുടെ സൊസൈറ്റിക്ക് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് മാറാനും അല്ലെങ്കിൽ മോശമായിട്ടൊരു അഡൾട്ടായിട്ട് വലുതാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയല്ല, നല്ലൊരു കുട്ടികളെ നമ്മുടെ സൊസൈറ്റിക്ക് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യുന്ന ഉത്തരവാദിത്തം നമ്മൾ ഓരോ ടീച്ചേഴ്സിനും ഉണ്ട്. ഞാനടക്കം നിങ്ങൾ എല്ലാവർക്കും ഈ ഉത്തരവാദിത്തമാണ് ഉള്ളത്. സോ
നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിൽ വരുന്ന കുഞ്ഞുമക്കളുണ്ട്, അവരിൽ നല്ല ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ അവർക്ക് ഡെവലപ്പ് ചെയ്ത് ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ അവരുടെ കൂടെ നല്ല സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. അവർക്ക് നല്ല ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യിപ്പിക്കണം, ഓരോരുത്തരുടെ ഫീലിങ്സ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം, അവർക്ക് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യിക്കണം, സിമ്പതി എന്താണ്, ഹാർമണി എന്താണ്, ഇതെല്ലാം നമുക്ക് അവരിലോ ഓരോ കുട്ടികളിലും ഡെവലപ്പ് ചെയ്യും. സോ കൊഹീഷൻ ഇസ് ബേസ്ഡ് ഓൺ ഫോളോയിങ്. താഴെ പറയുന്ന ഫാക്ടേഴ്സിന്റെ ബേസിലാണ് കൊഹീഷൻ വരുന്നത്, ഈ കെട്ടുറപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഏതൊക്കെയാണെന്ന് ഓരോ പോയിന്റ് വായിക്കാത്തവര് വായിക്കാട്ടോ. ആരാ വായിക്കുന്നത്? ഞാൻ വിളിക്കണോ ഓരോരുത്തരെ? നിങ്ങൾക്കൊക്കെ മടിയായോ? ഓക്കെ, വായിച്ചോടാം. Respect for the right of others. There are normally disputes between children over the materials and many other situations. However, children in Montessori schools are capable of solving problems by themselves through reciprocal consent and agreement. ഓക്കെ, നമ്മള് ഈ മോണ്ടിസോറിയിൽ ഒരുപാട് നമ്മള് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്ത് ടീച്ച് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ ഈ മെറ്റീരിയൽസ് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഓരോ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനായിട്ട്. കാരണം നമുക്കറിയാം കളിപ്പാട്ടങ്ങൾ പോലെയാണ് ഓരോ ഐറ്റംസും ഉള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മെറ്റീരിയൽസ്. അപ്പൊ ഈ മെറ്റീരിയൽസിന്റെ പേരിൽ കുട്ടികൾ തമ്മിൽ ഡിസ്പ്യൂട്ട്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഡിസ്പ്യൂട്ട് ഈ നോർമലൈസ്ഡ് ചൈൽഡ് ആണെങ്കിൽ ആ ഡിസ്പ്യൂട്ട് അവന് മുൻകൈ എടുത്ത് അത് ഓരോന്ന് സോൾവ് ചെയ്യാനായിട്ട് അവനെ കൊണ്ട് പറ്റും. നോർമലൈസ്ഡ് ചൈൽഡ് ആണ്. എന്നിട്ട് അവന്റെ ഊഴം വരുന്നവരെ, അവന്റെ ടേം വരുന്നവരെയും അവനോട് വെയിറ്റ് ചെയ്യും. അങ്ങനെ സോൾവ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ ഈ ഒരു ആക്ടിവിറ്റി മോൾ ചെയ്തോ, അല്ലെങ്കിൽ നീ ചെയ്തോ, അത് കഴിഞ്ഞിട്ട് ഞാനത് ചെയ്യും, അപ്പൊ നീ ഈ ആക്ടിവിറ്റി ചെയ്യണം. അതങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് തമ്മിൽ തന്നെ രണ്ടുപേര് തമ്മിൽ ആ ഒരു പ്രശ്നം അവർ തന്നെ സോൾവ് ചെയ്യാനും അവർക്കത് മനസ്സിലാക്കി കൊടുക്കും. അത് ചെയ്യാനും പറ്റും. അവന് ഭയങ്കര പേഷ്യൻസ് ഉണ്ടാവും, ക്ഷമയുണ്ടാവും. അപ്പം ആ കുട്ടികൾ ചെയ്ത് കഴിയുന്നവരെ അവൻ വെയിറ്റ് ചെയ്യും. അവൻ നല്ല പേഷ്യൻസ് ഉണ്ടാവും, നല്ലൊരു നമുക്ക് ഫീൽ ചെയ്യും, ആ കുട്ടി മനസ്സിലാക്കി തുടങ്ങി, ഇപ്പൊ ഹിസ് നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ടുണ്ട്. അങ്ങനെ പ്രോബ്ലം സോൾവിങ് ഉണ്ടാവും. അതേപോലെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യും, മറ്റുള്ളവരുടെ ഫീലിങ്സ്, മറ്റുള്ളവരുടെ റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യും. നമ്മൾ ആദ്യമൊക്കെ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾ ഇത് എനിക്ക് തന്നെ വേണം, ഞാൻ ആർക്കും കൊടുക്കൂല, അല്ലെങ്കിൽ എനിക്കിത് വീട്ടിൽ കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നിന്ന് നോർമലൈസ്ഡ് ചൈൽഡായി മാറിക്കഴിഞ്ഞാൽ അവനറിയാം ഈ മെറ്റീരിയൽസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെക്കേണ്ടത് നമ്മുടെ ക്ലാസ് റൂമിലെ എല്ലാ കുട്ടികൾക്കും, എന്നെ പോലെ തന്നെ ബാക്കി എല്ലാ കുട്ടികൾക്കും ഇത് തുല്യ അവകാശമുള്ളതാണ്, അവർക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കി അത് അവരവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യാണ്. അപ്പം മുതൽ അവരെന്തായി നോർമലൈസ്ഡ് ചൈൽഡ്, അവരൊരു നല്ല ക്യാരക്ടർ അവിടെ ഡെവലപ്പ് ചെയ്യാണ്. ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവിടെ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യാണ്. ഓക്കെ, അടുത്തത് റെസിപ്രോക്കൽ ഹെൽപ്പ്. Reciprocal help, there would be such care between the children where the older ones will help the younger ones while the younger ones help each other. They would show respect, interest in each other. There would be admiration of each other's work, and all this came spontaneously and naturally from the children. That is usually because in a Montessori environment, children are given freedom. Children need not compete with each other. No competition is permitted in the environment, and normally this prepares children to want to share and help on another. ഓക്കെ, റെസിപ്രോക്കൽ ഹെൽപ്പ് നമ്മുടെ ലൈഫിൽ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പോ നമ്മളിപ്പോ എന്താ പറയാ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് സഹായം വേണ്ട സിറ്റുവേഷനിൽ നമുക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ ജീവിതത്തില് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ജീവിതത്തിലൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഈ ഇടയ്ക്ക് കോമൺ ആയിട്ട് ഞാൻ റീൽസ് അധികമൊന്നും കാണാറില്ല, എന്നാലും ഇപ്പൊ ഒരു റീല് കണ്ടുവന്നതാണ്. നമ്മളെന്താണ്, ഒരു അമ്മയും കുട്ടിയും ഭയങ്കര വിശന്നിട്ട് ഒരു റെസ്റ്റോറന്റ് ഫ്രണ്ടില് നിൽക്കായിരുന്നു. അപ്പൊ റെസ്റ്റോറന്റില് വന്നൊരു ആള് ഈ കുട്ടിക്കുള്ള ഒരു ബ്രെഡ് വാങ്ങിച്ച് കൊടുത്തു. ബ്രെഡോ എന്തോ പൈസ ബ്രെഡ് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു, ഈ കുട്ടി കയ്യിലുള്ള കുറച്ച് പൈസ ഈ ആൾക്ക് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞ നോട്ട് എഴുതി കൊടുത്തു. അപ്പൊ അതിൽ എഴുതിയിരുന്നത്, നിനക്ക് എപ്പോഴാണോ സഹായം ആവശ്യമുള്ളവർ നിന്റെ മുമ്പിൽ വരുന്നത് അപ്പോൾ നീ സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ നോട്ട് എഴുതി കൊടുത്തു. ദെൻ ഇത് കറങ്ങി തിരിഞ്ഞ് ഈ കൊച്ചു വലുതായി വലിയൊരു ബിസിനസ്മാനോ അങ്ങനെ എന്തോ ആയി. അത് കഴിഞ്ഞപ്പോ
ഒരു വൃദ്ധനായ ഒരു ആള് ഇങ്ങനെ എന്ത് ചെയ്യുന്നു എന്താണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിഷാടുന്നു. ആ സമയത്ത് ആ സിറ്റുവേഷനിൽ അദ്ദേഹം കുറച്ച് ഫുഡ് വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞ ആൾക്ക് കൊണ്ടു കൊടുക്കുന്നു, കുറച്ച് പൈസയും കൊടുക്കുന്നു. അപ്പൊ ആ പൈസയുടെ ഒപ്പം ഒരു നോട്ട് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ സഹായം ഇനി നിങ്ങൾ ഈ സഹായം ആവശ്യമുള്ളവർക്ക് ആർക്കെങ്കിലും ഈ സഹായം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടൊരു നോട്ടും എഴുതി കൊടുക്കുന്നു. ഈ റീൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ റീൽ എനിക്ക് അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു റീൽ കണ്ടിട്ടുണ്ടോ? സാധാരണയായിട്ട് FB-ലൊക്കെ കൂടുതലായിട്ട് കാണുന്നതാണ്. അപ്പൊ നമ്മള് ഒരാളെ സഹായിച്ചാല് അയാളെ തന്നെ നമ്മളെ സഹായിക്കണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് സഹായങ്ങൾ കിട്ടും. നമുക്ക് എപ്പോഴാണോ സഹായം ആവശ്യമുള്ളത് ആ സമയത്ത് നമ്മൾ പറയൂലേ, ദൈവദൂതനായിട്ട് ആ ഒരാള് വന്ന് നമ്മളെ സഹായിച്ചു എന്ന് പറയില്ലേ? അതെന്തുകൊണ്ടാണ്? നമ്മൾ എപ്പോഴെങ്കിലും ചെയ്ത ആ ഒരു നല്ല പ്രവൃത്തി കൊണ്ടായിരിക്കും നമുക്ക് അതെന്ത് കിട്ടിയത്, ഈ സഹായം തിരിച്ചു കിട്ടിയത്. നമ്മള് ദോഷമാണ് ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നതെങ്കിൽ നമുക്ക് തിരിച്ചും അത് തന്നെ കിട്ടുള്ളൂ. നമ്മള് ഒരു തെറ്റ് ചെയ്യുന്നില്ല, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹെൽപ്പ് നമുക്ക് തിരിച്ചു കിട്ടും, ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടും. Okay. If you help one, that will reflect them the same in action, the same in another person. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാമെങ്കിൽ മറ്റൊരാളെ മുഖേന ആ ഒരു ഹെൽപ്പ് നിങ്ങളിലേക്ക് എത്തിച്ചേരും, എന്തായാലും എത്തിച്ചേരും. ഇതേപോലെ തന്നെ എന്താണ് മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുഞ്ഞുമക്കളാണ്. അപ്പൊ അവര് ഓൾഡർ ചിൽഡ്രൻസ് നേരത്തെ നോർമലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് യങ്ങർ വൺസിന് ആവശ്യമുള്ള ഹെൽപ്പും സഹായങ്ങളും പറഞ്ഞു കൊടുക്കും. നമ്മൾ ചെന്ന് അവിടെ റെക്ടിഫൈ ചെയ്യണോ അല്ലെങ്കിൽ അവർക്ക് അത് ഗൈഡ് ലൈൻസ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ടീമിലുള്ള മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ളത് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ്. ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ ഒരുമിച്ചാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ടീച്ച് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ് റൂമിലുള്ളത് ഡിഫറെന്റ് ഏജിലുള്ള ഗ്രൂപ്പ്സിലുള്ള കുട്ടികളായിരിക്കും. അപ്പൊ അവര് ഓൾഡർ വൺസ് എന്ത് ചെയ്യും, യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവർക്ക് ഗൈഡ് ലൈൻസ് ഒക്കെ അവർ തന്നെ പറഞ്ഞു കൊടുക്കും. അവർക്ക് തമ്മിൽ മുതിർന്നവരെ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്യണം. അവർ തമ്മിൽ നല്ലൊരു എന്താ പറയാ നല്ലൊരു ഐക്യം അവിടെ ഡെവലപ്പ് ചെയ്യാണ്. അതേപോലെ തന്നെ എന്താണ് അഡ്മിറേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വർക്ക് അവരെന്ത് ചെയ്യുന്നു, പ്രശംസിക്കുന്നു. അതേപോലെ ഓരോരുത്തർ ചെയ്യുന്ന വർക്കും അവർക്ക് എന്ത് കൊടുക്കുന്നു, നമ്മള് അഡ്മയർ ചെയ്യുന്നു. നിങ്ങളിപ്പോ ഓരോ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, നല്ല വിലവരുണ്ട് ഇല്ല, നിങ്ങൾ പറയുന്ന വർക്കൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്, എന്നാലും ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മള് കുട്ടികൾ ചെയ്യുന്ന ഓരോ ചെറിയ വർക്ക് പോലും അവരെന്ത് ചെയ്യുന്നു, അവർ സപ്പോർട്ട് ചെയ്യാണ്, നല്ലതാണ്. ഓക്കെ, അവർക്ക് വേണ്ട ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു കുട്ടീനെ അപ്പൊ അവർക്ക് മനസ്സിലാവുകയാണ് അവർ തമ്മിൽ ഒരു നല്ലൊരു ഐക്യത്തോടു കൂടി ഓരോ ടുഗദർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാണ്. നല്ലൊരു ഇവിടെ നമ്മൾ കോമ്പറ്റീഷൻ ഒന്നുമില്ല, ഇന്ന കുട്ടി ഇന്ന് ചെയ്യണോ അതുകൊണ്ട് കോമ്പറ്റീഷൻ ചെയ്യാം. ഇവിടെ കോമ്പറ്റീഷൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രൊഹിബിറ്റഡ് ആണ്. നമ്മൾ പെർമിറ്റ് ചെയ്യുന്നത് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ തമ്മിലൊരു കോമ്പറ്റീഷനോ ഇതൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്തില്ല. നമ്മളിവിടെ ആകെ പ്രൊമോട്ട് ചെയ്യുന്നത് ഹെൽപ്പ് വൺ അനദർ, മറ്റുള്ളവരെ സഹായിക്കുക, ഷെയറിംഗ് ഹാബിറ്റ് സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യുക. ഇതെല്ലാമാണ് നമ്മളിവിടെ നമ്മുടെ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഓൾഡർ ആയിട്ടുള്ള കുട്ടികളെ എന്ന് വെച്ചാൽ നോർമലൈസ്ഡ് ചിൽഡ്രൻസ് യങ്ങർ വൺസിന് ആവശ്യമുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുകയാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് രീതിയിൽ കൂടി ചെയ്യണം എന്നൊക്കെ അവർക്ക് വേണ്ട ട്രെയിനിങ്സ് കൊടുക്കുകയാണ്. ഇതുവഴി അവർക്ക് റെസ്പെക്റ്റും മറ്റുള്ളവരോട് ഒരു ഇൻട്രസ്റ്റും ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതുവഴി തന്നെ കുട്ടികൾ ഷെയറിംഗ് ഹാബിറ്റും ഹെൽപ്പ് വൺ അനദർ, മറ്റൊരാളെ സഹായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മളിപ്പോ ഞാൻ സാധാരണ റെസിപ്രോക്കൽ ഹെൽപ്പാണ്. എനിക്ക് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ സാധാരണ ഭക്ഷണം ഒന്നും കഴിക്കാത്ത ഒരുപാട് എന്താ പറയാ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റാറില്ലേ. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്യാറുണ്ടാവും, നിങ്ങൾ പൈസ കൊടുക്കാറുണ്ടാവും, അതൊക്കെ ഓക്കെ. പക്ഷെ എപ്പോഴെങ്കിലും അവർക്കൊരു ഫുഡ്, ഒരു പാക്കറ്റ് ബ്രെഡ് എങ്കിലും നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. നിസ്സാരാണ്, ചിലപ്പോ ഒരു 20 രൂപയുടെ കാര്യമോ 25 രൂപയുടെ കാര്യമോ ഇല്ല, ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചു കൊടുക്കാം. നമുക്കൊരു സന്തോഷം കിട്ടും. കാരണം ഞാൻ അങ്ങനെ കാണുമ്പോ എനിക്ക് മനസ്സിൽ വരുന്നത്, ദൈവമേ എന്റെ അമ്മയുടെ പ്രായമുള്ളൂ, ആ ഒരു
സ്ത്രീക്ക്. അവരിങ്ങനെ നടക്കാണ്, മാനസികമായിട്ട് എന്തോ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു ഫീലിംഗ് തോന്നുന്നത്. കാരണം നമ്മൾക്ക് ആ ഒരു സ്ഥാനത്ത്, ആ ഒരു ഏജിലുള്ള ആ ഒരു കാണുമ്പോൾ എനിക്ക് എന്റെ അമ്മനെ ഓർമ്മ വരും. ഞാനിപ്പോ അയ്യോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എപ്പോഴല്ല ഞാൻ അങ്ങനെ കാണുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഞാനിവിടെ പറവൂർ ടൗണില് ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. എന്നെ ഓർമ്മയും കൂടി ഉണ്ടാവില്ല. നമ്മളത് ഒരിക്കലും റിട്ടേൺ കിട്ടണം എന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷേ നമുക്കൊരു ഒരു ഫീലിംഗ് വരും. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മൾ പൈസ കൊടുക്കുക എന്ത് ചെയ്യാന്നല്ല, ഒരു നേരത്തെ ഫുഡ് ആർക്കെങ്കിലും നമ്മളിപ്പോ പൊതിച്ചോറൊക്കെ കൊടുക്കാറുണ്ട്, മിക്ക ഫാമിലിയിലൊക്കെ കൊടുക്കാറുണ്ട്. നമ്മളത് നേരിട്ട് പോയിട്ട് ഒന്നിനും വേണ്ടിയിട്ടല്ല, ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാനോ റീൽസ് കാണിക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. നമ്മൾ വാങ്ങിച്ച് കൊടുക്കുന്നത് പോലും അവര് അറിയണമെന്നില്ല. ഞാൻ അങ്ങനെ ചെയ്തത്. കാരണം ഞാൻ വാങ്ങിച്ചിട്ട് അവർ കണക്കായിരുന്നു, അവരുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് മാറി നടന്നു പോന്നു. അത് കഴിഞ്ഞ് ഞാൻ ബസ്സിൽ വരുമ്പോ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ബസ് കയറി വരുമ്പോ അവർ ഇതെടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് അത്യാവശ്യം ഒരു ഞാൻ എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയില് ഒരാൾക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യണം. അപ്പോ എന്റെ വാപ്പച്ചി എപ്പോഴും പറയും, നിന്റെ കയ്യിൽ ചിലപ്പോ പൈസ കൊടുക്കാനുണ്ടാവില്ല, എന്നാലും ഒരാള് വിശന്ന് വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം. എന്തായിക്കോട്ടെ, എങ്ങനത്തെ ആളായിക്കോട്ടെ, നമ്മളൊന്നും നോക്കണ്ട. ഒരാള് വിശന്ന് വന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്റെ വാപ്പച്ചി എന്റെ വാപ്പച്ചിക്ക് കാറ്ററിംഗ് ആണ്. അപ്പൊ മിക്കപ്പോഴും ആൾക്കാർ വരുമ്പോ വാപ്പച്ചി കൊടുക്കാറുണ്ട്. അപ്പൊ വാപ്പച്ചി എപ്പോഴും പറയും, അപ്പൊ ഉമ്മച്ചി പറയും, നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഇപ്പൊ വന്നത് മിക്കവരും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആയിരിക്കും. അപ്പൊ പൈസ ഇല്ലെങ്കിലും ഒരു ഗ്ലാസ് അരിയാണെങ്കിലും നീ കൊടുക്കണം നിന്റെ കൈ കൊണ്ടെന്ന് പറയും. എന്റെ അച്ഛൻ അങ്ങനെയായിരുന്നു. ഞാനത് കണ്ടു വളർന്നുകൊണ്ടായിരിക്കും കേട്ടോ. ചെറുപ്പത്തിലെ അങ്ങനെയാ. ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെ എന്ന് വെച്ചാല് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു അമ്മയും മോളും ഉണ്ടായിരുന്നു. അമ്മ തീരെ വയസ്സായൊരു അമ്മയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ ചെറുതായിരുന്നു, 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ ചെറുതാണ്, ഭയങ്കര ചെറുതാണ്. അപ്പൊ ഈ അമ്മ എല്ലാ ദിവസവും വന്ന് രാവിലെ കഞ്ഞിവെള്ളം കൊണ്ടുപോകും. രാവിലെ തന്നെ കഞ്ഞിവെള്ളവും ഇങ്ങനെ പുട്ടാണെങ്കിൽ ഒരു കഷ്ണം പുട്ടും ഉണ്ടാവും. അപ്പൊ സ്ഥിരമായിട്ട് ഈ അമ്മമ്മ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം വൈകുന്നേരം രാത്രി വന്ന് വാങ്ങിക്കും. നമ്മൾ അന്ന് വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലാട്ടോ എന്റെ വീട്ടില്. അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ്. എന്നാലും അച്ഛൻ ഇത് കൊടുക്കും. അച്ഛൻ നിർബന്ധമാണ് കൊടുക്കുന്നത്. അപ്പൊ കൊടുക്കും. ഒരു ദിവസം വൈകുന്നേരം വാങ്ങിച്ചിട്ട് കഞ്ഞി വാങ്ങിച്ചോണ്ട് പോയി. എന്നിട്ട് ആ അമ്മമ്മ രാവിലെ വന്നിരിക്കണം. എന്റെ അച്ഛന്റെ പേര് ദേവന്ന. ദേവമോനെ, അവളെ വിളിച്ചിട്ട് ഈ അമ്മയുടെ മോള് തളർന്ന് കിടക്കാണ്, കടന്നു കിടക്കാണ്. അവളെ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല മോനെ, എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിഞ്ഞൂടെ. ഇന്നലെ മോൻ തന്ന കഞ്ഞി പോലും അവള് കുടിച്ചിട്ടില്ല. അവളത് കുടിച്ചില്ല. അവള് വായിൽ ഞാൻ ഒഴിച്ചു കൊടുത്ത് കുടിച്ചില്ല അമ്മാമ്മയ്ക്ക്. അപ്പൊ അച്ഛൻ പോയി നോക്കി. രാവിലത്തെ കഞ്ഞിവെള്ളവും കൊണ്ടാ പോണത്, മോൾക്ക് കൊടുക്കാനായിട്ട് കഞ്ഞിവെള്ളം കൊണ്ടാ പോണത്. അപ്പൊ അച്ഛൻ പോയി നോക്കിയപ്പോ അച്ഛൻ പറഞ്ഞു, ആള് പോയി, ഈ അമ്മാമ്മയുടെ മോള് പോയി. അമ്മാമ്മക്ക് ചെറിയ മാനസിക പ്രശ്നമുണ്ട്. ഈ മോക്ക് തളർന്നു പോയതാണ്. എന്താ ആക്സിഡന്റ് എന്തോ സംഭവിച്ച് ഫുൾ ബോഡി തളർന്നു പോയതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ അച്ഛൻ സഹായിക്കുന്നത് കണ്ടാ വളർന്നത്. അപ്പൊ അച്ഛന് നിർബന്ധമാണ്. അച്ഛൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലെല്ലാവരും കഴിക്കണം. അപ്പൊ എല്ലാവരും കഴിക്കണം. അതേപോലെ ആരെങ്കിലും ഒരാള് ആ ഭക്ഷണം കഴിക്കുന്ന നേരത്താണ് വീട്ടിൽ വരണമെങ്കിൽ അവർക്കും ഭക്ഷണം കൊടുക്കണം. ഇപ്പൊ ഞാൻ വൈകുന്നേരം രാത്രിയൊക്കെ ചെല്ലാറുണ്ട് വീട്ടിൽ. 9 മണിയൊക്കെ ആകുമ്പോ ചെല്ലാറുണ്ട്, വീട്ടിൽ ചെന്ന് നിൽക്കാറുണ്ട്. അപ്പം അച്ഛൻ പറയും, അവള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എനിക്കറിയാം ചിലപ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടാവില്ല, അച്ഛനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. അവരത് പ്രതീക്ഷിച്ചിട്ടിരിക്കില്ല. അപ്പൊ എനിക്ക് മനസ്സിലാവും. ഞാൻ പറയും, ഞാൻ ഫുഡ് കഴിച്ചിട്ടാ വന്നേന്ന് പറയും. അപ്പൊ അച്ഛൻ പറയും, ഇല്ല അവള് ഭക്ഷണം കഴിച്ചിട്ടില്ല, അവൾക്ക് ഭക്ഷണം കൊടുക്കും, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. അപ്പൊ അവർക്ക് അച്ഛൻ അങ്ങനെയാണ്. മറ്റുള്ളവർക്ക് ഞാനിപ്പോ മോൻ പറഞ്ഞപ്പോ അതേ ഒരു ഫീലിംഗ്. എന്റെ അച്ഛനും അതേ ഒരു ക്യാരക്ടറാണ്, മറ്റുള്ളവരെ സഹായിക്കണം. ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രം അച്ഛൻ്റെ പൈസ ഒന്നുമില്ല, പക്ഷെ ഭക്ഷണം കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അച്ഛന്. ഒരാള് പോലും വിശന്നിരിക്കാൻ പാടില്ല. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, അച്ഛന് ഞാനിപ്പോ ചെന്ന് കയറുമ്പോ അച്ഛന് ഭക്ഷണം കഴിക്കണം കാണണം, അത് ഭയങ്കര നിർബന്ധമാണ്. ഞാനായാലും ഇപ്പൊ ആരും വിശന്നിരിക്കണം അച്ഛന് ഇഷ്ടമല്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇതേപോലത്തെ ഒരു ഫീൽ മനസ്സിലുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ സ്ത്രീക്ക് എന്നെ അറിഞ്ഞൂടെ, എനിക്ക് ആ സ്ത്രീനെ അറിഞ്ഞൂടെ. ഞാൻ വെച്ചുകൊണ്ട് പോയതോ കയ്യിൽ കൊടുത്തതോ ഒന്നും ആ സ്ത്രീക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ആ ബസ്സിൽ ഇങ്ങനെ പാസ് ചെയ്തപ്പോ വിൻഡോ സീറ്റിൽ വെറുതെ പോയിരുന്നതാ. വിൻഡോ സീറ്റിൽ ഇരുന്നപ്പോ അങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടപ്പോ എനിക്ക് എന്തൊരു സന്തോഷം വന്നതെന്ന് അറിയുമോ. അതൊന്നും പ്രാക്ടീസ് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആവണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഒരു ഇൻസിഡന്റ് വരുന്ന സമയത്ത് നിങ്ങൾ അത് ചെയ്തു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടും. അത് ചിലപ്പോ നമുക്കായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ ആ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ആ ഒരു
ഇത് തിരിച്ചു കിട്ടും, നമ്മൾ ചെയ്ത പുണ്യം തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, മോറൽ ഹെൽപ്പ് കേട്ടോ. അടുത്ത പോയിന്റ് ആരാ വായിക്കുന്നേ? ഓക്കെ, ഷെയർ ചെയ്യാം കേട്ടോ. വായിക്കട്ടെ മിസ്. വായിച്ചോടാ. Moral വേറെ help. ഓക്കെ, പറ. Moral help. A child provides moral help to the other children by comforting them for being wrong, for being bad. Different from the child regards the wrong done as something bad or mischief, but rather regard it as a misfortune, and the one who had done it, it is an unfortunate one who should be comforted and helped. Had done it is an unfortunate. Sorry. Children will inspire one another to be good. In a mixed age group, older children provide the role model in the class. The exercise of practical life, which inspires social grace and courtesy, help get the children into a cohesive group. ഓക്കെ, നമ്മൾ ഫാമിലിയില് എൽഡർ കുട്ടി, മുതിർന്ന കുട്ടികളെ കണ്ടിട്ടാണ് താഴെയുള്ള കുട്ടികൾ പഠിക്കുന്നതെന്ന് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. ഞാൻ മുതിർന്ന കുട്ടി ആയതുകൊണ്ടായിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട്. നിന്നെ കണ്ടിട്ടല്ലേ നിന്റെ അനിയത്തി പഠിക്കുന്നത്, നീ നല്ല രീതിയിൽ പോകണ്ടേ, നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ? മുതിർന്ന കുട്ടികളെ കണ്ടിട്ടാണ് ചെറിയ കുട്ടികൾ പഠിക്കുന്നതെന്ന് കേട്ടിട്ടേ ഇല്ല നിങ്ങള്? ഉണ്ടോന്നോ അത് മാത്രമേ ഉള്ളൂ. ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാലിറ്റി പറയാം. മുതിർന്ന കുട്ടി ആയതുകൊണ്ട് ഞാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ തുടങ്ങി. അവളൊന്നും എല്ലാ ആള് ഇതൊന്നും ചെയ്യില്ല. ആള് കംഫർട്ടബിൾ സോണിൽ നിന്ന് പുറത്തേക്ക് വരില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഇവിടെ പറയുന്നത് മോണ്ടിസോറി എൻവയോൺമെന്റ് പറയുന്നത് നമ്മുടെ ഇവിടെ നമ്മൾ മിക്സ്ഡ് ഏജ് ഗ്രൂപ്പ് ആണ് അല്ലെ? മിക്സ്ഡ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഒരുമിച്ചാണ് നമ്മുടെ എൻവയോൺമെന്റിൽ ഉള്ളത്. അപ്പോ നമ്മളുടെ ഓൾഡർ വൺസ് മുതിർന്ന കുട്ടികൾ എന്ന് പറയുന്നത് യങ്ങർ വൺസിന്റെ ഒരു റോൾ മോഡലാണ്. നമ്മള് മുതിർന്ന ഒരു കുട്ടിയാണ്, അവരെങ്ങനെയാണ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് പെരുമാറുന്നത് കണ്ടായിരിക്കും ഈ യങ്ങർ വൺസ് പഠിച്ചു വരുന്നത്. അപ്പൊ അവർക്കത് കൂടുതൽ എന്താണ് കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ അവർക്ക് എന്താണ് തെറ്റ്, എന്താണ് ശരി എന്ന് അവർ വേർതിരിച്ച് കണ്ട് മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. അവരെന്തെങ്കിലും കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അത് സ്വയം തിരുത്തി അവൻ എന്ത് ചെയ്യാണ് ഓരോ കാര്യങ്ങൾ അവൻ പഠിക്കുകയാണ്. ഇവിടെ ചെയ്തൊരു കാര്യം മിസ്റ്റേക്ക് ആയിരിക്കും, അത് അവൻ തന്നെ സ്വയം തിരുത്തുക, അല്ലെങ്കിൽ അവനെ മറ്റുള്ള ഒരു കുട്ടി കൂടെയുള്ള ഒരു കുട്ടി പറയാണ് ഇങ്ങനെയല്ല ചെയ്യുന്നത്, ഇങ്ങനെയാണ് കംഫർട്ടബിൾ ആക്കിയിട്ട് ഇങ്ങനെയാണ് ചെയ്തു കൊടുക്കുക, ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു ഫീലിംഗ് ഓഫ് കംഫർട്ട് തോന്നും. കംഫർട്ട് ബൈ അസ് നമ്മൾ സ്റ്റുഡൻസ് എന്ത് ചെയ്യാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറ്. ഓൾഡർ വൺസ് അവന് വേണ്ട ഗൈഡ് ലൈൻസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരൊരു കംഫർട്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ഇത് അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി നല്ലൊരു ഭാവി തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടി പറ്റും. കാരണം അവനറിയാം അവന് എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്, ആ ഒരു ഫീലിംഗ് അവനറിയാം. അപ്പൊ ഈ ആദ്യം ഓൾഡർ വൺസ് ഈ യങ്ങർ വൺസിനെ സഹായിക്കും. യങ്ങർ വൺസ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവരിൽ നെക്സ്റ്റ് വരുന്ന കുട്ടികളെ ഇവര് സഹായിക്കും. അവർക്കപ്പോ അറിയാം ഈ ഹെൽപ്പ് എങ്ങനെയാണ് പാസ് ചെയ്ത് പോകേണ്ടതെന്ന്. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് പഠിച്ചു വരുന്ന ഓരോ കുട്ടിക്കും അറിയാം എങ്ങനെയാണ് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്, മറ്റുള്ളവരോട് എങ്ങനെയാണ് സിമ്പതി കാണിക്കേണ്ടത്, എന്റെ ഫീലിംഗ് ഓഫ് ലവ് ഒക്കെ അറിയാം. അപ്പൊ അവർക്ക് പുറത്തെ എൻവയോൺമെന്റിലേക്ക് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ മുതിർന്ന ഒരാള് റോഡ് ക്രോസ് ചെയ്ത് കാണുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവും ആ എൽഡർ പേഴ്സണ് സഹായം ആവശ്യമുണ്ട്, അദ്ദേഹം കുറെ നേരമായി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നു. അപ്പൊ അവൻ എന്ത് ചെയ്യും, മുന്നിൽ നിന്ന് ആ റോഡ് ക്രോസ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. ചില വീഡിയോസ് റിയൽ ആയിട്ട് നടന്ന വീഡിയോസ് ചിലവരെടുത്ത് ഫോട്ടോ പോസ്റ്റ് ചെയ്യാറുണ്ട്. സ്കൂൾ കുട്ടി വയസ്സായ കണ്ണ് കാണാത്തൊരു ഓൾഡ് ഏജ് ആയിട്ടുള്ള പേഴ്സണ് റോഡ് ക്രോസ് ചെയ്യിക്കുന്നത്, അവൻ ആരാന്ന് പോലും അറിയാൻ പറ്റൂല. അതേപോലെ ഒരു ഇൻസിഡന്റ് ആയിരുന്നു. ബസ്സില് കയറാനായിട്ട് ഒരു സ്ത്രീ എന്ത് ചെയ്യണു, ഒരു യങ്ങർ കപ്പിൾസിനോ യങ്ങർ വൺസിനോ ബസ്സിൽ കയറാൻ പറ്റുന്നില്ല. അപ്പൊ ആ സ്ത്രീ പോയിട്ട് ബസ് ബ്ലോക്ക് ചെയ്തിട്ട് ആ കപ്പിൾസിന് ആ ഒരു ബസ്സിലേക്ക് കയറ്റി വിടുന്നതായിട്ട് ആ ഇൻസിഡന്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞ കുട്ടിയുടെ ആ ഒരു സംഭവം ബസ്സില്
ഒരപ്പൂപ്പന്റെ ഇങ്ങനെ വിളിച്ചിട്ട് കൊടുക്കും. അപ്പൊ നല്ലൊരു ഇതായിരുന്നു ഈ പ്രായമായിട്ട് അവരുടെ തമ്മിലുള്ള കെമിസ്ട്രി എന്ന് പറഞ്ഞോണ്ട്. അതല്ലടാ, അത് കണ്ടിട്ടുണ്ട്, അത് ഞാൻ നോക്കി. അതല്ല, മുമ്പ് ഒരു വർഷം കണ്ടായി ഞാൻ പറഞ്ഞ ഇൻസിഡന്റ്. ഒരു സെയിൽസ് ഗേൾ ആയിരുന്നു അത്. ഈ ഒരു വയസ്സായ ഒരു ആ ഒരു ബസ്സിൽ അതും കണ്ടിട്ടുണ്ട്. സെയിൽസ് ഗേളിന്റെ അല്ലേ ഒരാൾക്ക് പിടിച്ചു കൊടുത്തത്. അത് അപ്പൊ നമുക്ക് ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി അവരിൽ ഉണ്ട്. ചില ആൾക്കാർ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്, കൈകെട്ടി നിൽക്കുന്നുണ്ട്, അവരൊന്നും ചെയ്യാത്ത ആ ഒരു പ്രവൃത്തി അവരിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആണ് നല്ല ക്യാരക്ടർ ഉള്ള, നല്ല ബിഹേവിയർ ഉള്ള വ്യക്തികളാണ്, അല്ലേ? ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ മക്കളോട് പറഞ്ഞ് നമ്മൾ കൊടുക്കേണ്ടത്, നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതേപോലത്തെ കാര്യങ്ങൾ അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എന്ത് ചെയ്യാനായിട്ട് കൊണ്ടുവരാനാണ്. അപ്പോ അവർക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതുവഴി ഇതേപോലത്തെ സോഷ്യൽ ഹെൽപ്പ്, അവരുടെ എൽഡർ വൺസിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്സ് ഒക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഒത്തൊരുമ നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും തമ്മിലൊരു ഒത്തൊരുമ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കെട്ടുറപ്പ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ ഈ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ നമുക്ക് അത്ര കെട്ടുറപ്പുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. പക്ഷെ ഇന്ന് ഇത്രയും നാളെത്തുമ്പോൾ നമ്മളെല്ലാവരും ഒരേപോലെ ആണ് എന്നൊരു ഫീലിംഗ് തോന്നുന്നില്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ എന്താണ് ആരെങ്കിലും ഒരു കുട്ടിക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പറഞ്ഞ് സോൾവ് ചെയ്യും. ഇന്നതാണ് മിസ്, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അതേപോലെ നിങ്ങളുടെ തമ്മിൽ തന്നെ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. എന്താണ് ഇത് ഫീൽ ചെയ്യുന്നത് കേട്ടോ, ഇല്ലേ? നമ്മൾ പരസ്പരം കണ്ടിട്ട് പോലും ഇല്ല മിസ്, എന്നിട്ടും ഉണ്ടില്ല ഇത്രയും നല്ല അടുപ്പം വന്നു. ഈ ഒരു 8 മാസം കൊണ്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഞങ്ങൾക്കുള്ളിൽ നടന്നു. ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല, എന്നിട്ടും ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ലാത്തൊരു അറ്റാച്ച്മെന്റ് വന്നു. സത്യമാണ്. നിങ്ങളെയൊക്കെ കാണണമെന്ന് എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടാനായിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് പ്രാർത്ഥിക്കാം, ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് പറഞ്ഞു നോക്കാം. അങ്ങനെ ഒരു എനിക്കിപ്പോ നമ്മളൊരു നല്ലൊരു ഫീലിംഗ് ആ തോന്നുന്നത് ക്ലാസ്സിലേക്ക് വരുമ്പോൾ. നമ്മളെല്ലാവരും ഒരേപോലെയാണ്. ആദ്യം വന്ന സമയത്ത് നമ്മൾ അത്രയും ആ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പക്ഷെ നമ്മളെല്ലാവരും ഒരേപോലെയാണ്. നമ്മൾ ഓരോരുത്തർ വർക്ക് ചെയ്യുന്നതിലും റെക്കോർഡിലൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്ത് തരുന്നില്ലേ? ഇല്ലെങ്കിൽ അവരുടെ റെക്കോർഡ് തന്നെ എടുത്താഴ്ച വരില്ലേ, ഞാൻ ഇതേപോലെയാണ് ചെയ്തത്, നിങ്ങൾ ഇതേപോലത്തെ വേറെ എടുത്ത് നോക്ക്. അതൊക്കെ എന്താണ് അതൊരു എടുത്ത് പറയേണ്ട കാര്യ. നമ്മളിപ്പോ സാധാരണ ഇത്രയും നാളുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോ നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടാവും, ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവും. അതിലായിരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണത്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവിടെ പറയും, അവരുമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് ചോദിച്ചാൽ അറിയാവുന്നവരെല്ലാം നമുക്ക് പറഞ്ഞു തരും. എന്താ പറയാ, ഇപ്പൊ അവിടെ ഒരു തോന്നണില്ല, ഈഗോ ഞങ്ങളുടെ ഇതിലില്ല. അത് പറയേണ്ട ഒരു കാര്യ. നല്ലൊരു സപ്പോർട്ട്, അത് ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ്. നമ്മൾ ചെയ്യണത് ആരും ചെയ്തോട്ടെ എന്നുള്ളൊരു ചിന്ത, എല്ലാവരും ഒരുപോലെ ചെയ്യട്ടെ, എല്ലാവരും ഒരുപോലെ കയറി പോട്ടെ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും. നമ്മളെല്ലാവരും കോമ്പറ്റീഷൻ ഒന്നുമില്ല, ഇല്ലേ? കോമ്പറ്റീഷൻ ഒന്നുമില്ല. നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് പറയുന്നത് എന്താണ്? കോമ്പറ്റീഷൻ നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യില്ല. അതേപോലെ ആയില്ല നിങ്ങൾ എല്ലാവരും അവരവരുടെ വർക്ക് ഒക്കെ ചെയ്യുന്നതിലും എല്ലാത്തിലും. ഒരു ഗ്രൂപ്പൊക്കെ നമ്മൾ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ 1-2 ദിവസമൊക്കെ ആക്റ്റീവ് ഉണ്ടാവുള്ളൂ. ഇത് ആദ്യം തുടങ്ങിയിട്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും പോണേ ഞങ്ങൾ ഗ്രൂപ്പൊക്കെ. ഓക്കെ, അപ്പോ നിങ്ങള് ഇപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക്, നോർമലൈസ്ഡ് ചൈൽഡിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രെയിനിങ്ങും കൂടി തന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഞാൻ തമാശക്ക് പറഞ്ഞു കേട്ടോ. നിങ്ങളിപ്പോ നിങ്ങളെല്ലാവരും തമ്മിൽ നിങ്ങൾക്ക് ഈ സ്റ്റേജസ് ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ റെസ്പെക്ട് ഫോർ റൈറ്റ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ റൈറ്റ്സ്. ഇപ്പൊ വായിക്കാനായിട്ട് ഞാൻ പോർഷൻ തരില്ലേ, പോർഷൻ എല്ലാവരും തരാറുണ്ടല്ലോ. അപ്പൊ അവിടെ ഞാൻ കാണാറ് എന്താണെന്ന് അറിയാമോ? റെസ്പെക്ട് ഫോർ ദ റൈറ്റ് ഓഫ് അതേഴ്സ്. ആ ഒരു പോയിന്റ് ആണ്. അല്ലെങ്കിൽ ഒരാൾ വായിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ വായിക്കാൻ തുടങ്ങുമ്പോൾ മറ്റാൾക്കാരെ മ്യൂട്ട് ചെയ്യാണ്. അല്ലാതെ നമ്മൾ തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല. ഞാൻ തന്നെ വായിക്കും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ റെസിപ്രോക്കൽ ഹെൽപ്പാണ്. മറ്റൊരാൾക്ക് ഇതിൽ ഒരു കാര്യം നിങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ ആൾക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ മിസ് ആൾ ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് എന്ന രീതിയിൽ നിങ്ങൾ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. നമുക്ക് ഈ ഒരു സ്റ്റേജസിലൂടെ നമ്മൾ ഈ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. ഈ ഐക്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർമണിയാണ് നമ്മൾ പറയുന്നത്. ഹാപ്പിനെസ്. They are interested in doing handling Montessori materials. നമ്മൾ ഈ മോണ്ടിസോറി
മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതും ഹാൻഡിൽ ചെയ്യാനും അവർക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും, ഭയങ്കര ഇഷ്ടമായിരിക്കും, അറിയാലോ. അപ്പൊ ഈ കുട്ടികള് അവന്റെ ടേൺ വരുന്ന വരെയും വെയിറ്റ് ചെയ്യും. ആ ഒരു കുട്ടിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന വരെയും കുറച്ച് അത്രയും നേരം അവൻ വെയിറ്റ് ചെയ്യും. അവൻ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കിട്ടും. അവൻ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് പേഷ്യൻസ്. നമ്മൾ പറയില്ലേ ചിലവരോട് നിനക്ക് ഒട്ടും പേഷ്യൻസ് ഇല്ല, ഒട്ടും ക്ഷമയില്ല എന്ന്. നമ്മള് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാൻ ഇറങ്ങുന്ന ഓരോ ടീച്ചേഴ്സും ശ്രദ്ധിക്കുന്ന കാര്യമാണ് പേഷ്യൻസ്. അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികൾ മാത്രമല്ല, മെന്റലി റിട്ടയർഡ് ചിൽഡ്രൻസ് ഒക്കെ ഉണ്ടല്ലോ, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കൂടെ കൂട്ടേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് നമുക്ക് പേഷ്യൻസ് വേണം, വളരെ പേഷ്യൻസ് വേണം. സാധാരണ കുട്ടികളെക്കാളും പേഷ്യൻസ് നമ്മൾ ആ പറഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പേഷ്യൻസ് ഉണ്ട് എന്ന്, നമുക്ക് ക്ഷമയുണ്ടെന്ന്, ക്ഷമ വേണം. ഈ കുട്ടികളില് പേഷ്യൻസ് നമ്മൾ ഈ ഒരു സ്റ്റേജസ് ഇതിനെ ഡെവലപ്പ് ചെയ്യാണ്. അപ്പൊ പിന്നെ നമ്മൾ ആ ഒരു കംപ്ലൈന്റ് കേൾക്കില്ല, മുതിർന്നു കഴിഞ്ഞാലും അവന് ആ ക്ഷമ ഉണ്ടാവും. ഓക്കെ, വായിക്കുന്ന ആരാണ്? ഞാൻ വായിക്കാം. ഓക്കെ. Harmony. Harmony is encouraged in the class through working together. As there is only one set of material in class, a child who wants to use them will have to wait till the child who is using it has finished and put it back in its place. Through this, the children learn to exercise, practice, and respect, which will gradually bring about harmony in the class. ഓക്കെ, പ്രാക്ടീസ് അല്ല കേട്ടോ, പേഷ്യൻസ് ആണ്. ഓക്കെ, അപ്പോ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരോടും ഒരുമിച്ചാണ് ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അവരവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഒറ്റ സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ ഒരു കുട്ടി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നവരെയും കുട്ടി എന്ത് ചെയ്യാണ്, വെയിറ്റ് ചെയ്യാണ്. അവന്റെ ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആ റൈറ്റ് പ്ലേസിൽ അത് കൊണ്ടുവന്ന് വെക്കില്ലേ, അത് കഴിയുമ്പോഴായിരിക്കും ഈ കുട്ടി പോയിട്ട് അത് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്തത്. അപ്പൊ അവൻ ചെറുപ്പത്തിലെ അവൻ എന്ത് ചെയ്യാണ്, പേഷ്യൻസ് ലേൺ ചെയ്യാണ്. എന്താണ് ക്ഷമ, എന്താണ് റെസ്പെക്ട് എന്ന ചെറിയൊരു പ്രായത്തിൽ തുടങ്ങി തന്നെ അവരെന്ത് ചെയ്യാണ്, ഇത് ലേൺ ചെയ്യാണ്, അവരത് പ്രാക്ടിക്കൽ ആക്കാണ്. ഓക്കെ ഓക്കെ. ഇനി നമ്മള് when there is such cohesion, the following can be perceived of the children. താഴെ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഈ സൊസൈറ്റി ഓഫ് കൊഹീഷൻ അല്ലെങ്കിൽ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അവർ തമ്മിൽ നല്ല കോപ്പറേഷൻ ആയിരിക്കും. ഈ കുട്ടികൾ തമ്മിൽ എൻവയോൺമെന്റിലുള്ള കുട്ടികൾ തമ്മിൽ നല്ല കോപ്പറേഷൻ ആയിരിക്കും. വർക്ക് ഇൻ എ ഗ്രൂപ്പ്സ്, ടീം വർക്ക് ആയിട്ട് അവർക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അത് ചെയ്യും. അവർ ഭയങ്കര ഫ്രീഡം നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് നല്ല കോപ്പറേഷൻ ഉണ്ടാവും, നല്ലൊരു ഒത്തൊരുമ ഉണ്ടാവും. നമുക്ക് പുറത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. ദേ വർക്ക് ടുഗദർ ആൻഡ് അവിടെ ഡിസ്പ്യൂട്ടുകളൊന്നും ഉണ്ടാവില്ല. ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ തന്നെ സോൾവ് ചെയ്യാൻ അവർക്ക് തന്നെ പറ്റുന്നുണ്ട്. ദേ കോപ്പറേറ്റ് വെൻ ദേ നീഡ്, അല്ലെങ്കിൽ അവരൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ദേ നോ ടീം സ്പിരിറ്റ് എന്താണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ നമ്മള് എന്താണ് കബഡിയൊക്കെ കളിക്കുന്ന കുട്ടികൾ തമ്മിൽ, എന്റെ ഇതാണ് കേട്ടോ, എന്റെ ചെറുപ്പത്തിലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞങ്ങളുടെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് എന്താണ് PT ടൈമിൽ കളിക്കുന്ന ഒരു ഗെയിമാണ് കബഡി. ഇപ്പൊ ഗേൾസ് ആണെങ്കിൽ തന്നെ സെപ്പറേറ്റ് ചെയ്യും, 2 ടീമായിട്ട് തിരിയും. ദെൻ അത് നമ്പേഴ്സ് എടുത്തിട്ട് 2 ടീം ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല. ആ ഒരു ടൈമിൽ ഞങ്ങളൊരു ടീമാണ്. അപ്പോൾ ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ഓരോരുത്തർക്ക് നഷ്ടപ്പെട്ടു പോയ എങ്ങനെയെങ്കിലും ആ ടീം മെമ്പറിനെ കേട്ടിട്ടുണ്ട്, നമുക്ക് ഗെയിം അവരെ തോൽപ്പിക്കണം എന്നുള്ള ചിന്തയായിരിക്കും നമുക്ക്. എങ്ങനെയെങ്കിലും അവരെ ആ ഒരു ടീം സ്പിരിറ്റ് നമുക്ക് അവിടെ ഫീൽ ചെയ്യും. നല്ല കോപ്പറേഷൻ ആയിരിക്കും. നിങ്ങളിപ്പോ ഒരു ഗ്രൂപ്പ് സോങ്ങോ അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ പിന്നെന്താണ്, റിലേ കളിക്കാറുണ്ടോ? റിലേ കണ്ടിട്ടുണ്ടോ? 4 പേര് ഒരുമിച്ച് ചെയ്യുന്ന ഒരു ഗെയിം, ഒരു ഓട്ട മത്സരമില്ലേ? അപ്പൊ അതിലൊക്കെ നല്ല ടീം സ്പിരിറ്റ് വേണം. നമ്മൾക്ക് ഒരാൾക്കൊരു സെക്കൻഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് അവരുടെ സ്പീഡ് കുറയും, നമ്മുടെ ടീം തോക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ആളെന്ത് ചെയ്യും, അതിന് മാക്സിമത്തിലേക്ക് ഓടി എത്താനായിട്ട് ശ്രമിക്കാറ്. നമ്മുടെ അവിടെ വരുന്ന എന്താണ്, ടീം സ്പിരിറ്റ് ആണ്. നല്ല കോപ്പറേഷൻ ആയിരിക്കും. നമ്മൾ ഒരുമിച്ചാണ് ഈ ലക്ഷ്യം സ്വപ്നം കണ്ടത്. നിങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഈ ഒരു കാര്യം സ്വപ്നം കാണുന്നത്. നമ്മൾ ഒരുമിച്ച് തന്നെ ഈ ഒരു സ്വപ്നം നേടിയെടുക്കും എന്നൊരു ടീം സ്പിരിറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് മോണ്ടിസോറിയിലുള്ള കുട്ടികൾ എല്ലാവരും ഒരുമിച്ചൊരു നല്ലൊരു ഗ്രൂപ്പായിട്ട് നല്ല കോപ്പറേഷനോട് കൂടി തന്നെ കൊക്കോ അതൊക്കെ ടീം സ്പിരിറ്റ്. ഞാൻ ജസ്റ്റ് ഗെയിമുകൾ പറഞ്ഞതുള്ളൂ. അപ്പൊ ഇതൊക്കെ അവർക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ഡിസിപ്ലിൻ പറയുന്നുണ്ട്.
ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് കാണുമ്പോൾ അവിടെ നമ്മള് അവിടെ ഒരു സോഷ്യൽ ഡിസിപ്ലിൻ നമുക്കത് കാണാൻ പറ്റും. അവരുടെ വർക്കിലായാലും അവരുടെ ആ ഒരു എൻവയോൺമെന്റ് നമ്മൾ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ഡിസിപ്ലിൻ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോഷ്യൽ സെന്റിമെന്റ്സ് അവിടുത്തെ മറ്റു കുട്ടികളായിട്ട് നല്ലൊരു സെന്റിമെന്റ്സ്, നല്ലൊരു ലവിങ് സിമ്പത്തറ്റിക് ആയിട്ടുള്ളൊരു നേച്ചർ ആയിരിക്കും അവിടെ കാണുന്നത്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നില്ല ഇവിടെ. അത് നമ്മൾ ഒരാളെ അടിച്ച് നല്ല ഒബീഡിയന്റ് ആക്കി അനുസരിപ്പിക്കുക അങ്ങനെ ഒന്നല്ല, ഫോഴ്സ്ഡ് വണ്ണല്ല. ഡിസിപ്ലിൻ ആൻഡ് ഒബീഡിയൻസ് എന്ന് പറഞ്ഞാല് കുട്ടികൾ ഇവിടെ വർക്ക് ചെയ്ത് അവർ ലേൺ ചെയ്തെടുക്കുകയാണ് എന്താണ് ഡിസിപ്ലിൻ, എന്താണ് ഒബീഡിയൻസ്. നമ്മൾ ആദ്യം അനുസരണയുള്ള കുട്ടികളോ എന്താ പറയാ ഡിസിപ്ലിൻ ആയിട്ടുള്ള കുട്ടികളോ ഒന്നും അല്ലായിരിക്കും, ഒബീഡിയന്റ് ഒന്നും അല്ലായിരിക്കും. പക്ഷെ നമ്മൾ ഇവരെ നോർമലൈസ്ഡ് സൈഡ് ആക്കി മാറ്റുമ്പോൾ അവരെ ഇതായിട്ട് മാറാണ്, ഡിസിപ്ലിൻഡ് കുട്ടികളായിട്ട് മാറാണ്, ഒബീഡിയന്റ് ആവുകയാണ്. നമ്മുടെ ഈ എൻവയോൺമെന്റ് ആയിട്ട് അവർക്ക് ഒബീഡിയന്റ് ആണ്, അല്ലെങ്കിൽ ഈ എൻവയോൺമെന്റ് ആയിട്ടൊക്കെ ഇഴുകി ചേരാണ്. ഇതുവഴി നമുക്ക് നല്ല ഗുഡ് ക്യാരക്ടേഴ്സ് ഉള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ഉള്ള കുട്ടികളെ ഭാവി തലമുറയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നല്ല പേഷ്യൻസ് ഉള്ള, നല്ല ലവിങ് ആയിട്ടുള്ള, നല്ല സിമ്പത്തറ്റിക് ആയിട്ടുള്ള, നല്ല ഹാർമണി ഉള്ള, എന്താ പറയുക, നല്ല ഒരു കെട്ടുറപ്പുള്ള ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു എൻവയോൺമെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് മുമ്പിലുള്ള കുറച്ച് കുട്ടികളെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ സ്നേഹിക്കാം. അതാണ് നമുക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കാം, അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കാം. ടീച്ചിങ് അല്ല, എന്താ പറയുക, ടീച്ചർ നിങ്ങൾ തമ്മിൽ തന്നെ ടീച്ചിങ് ടീച്ചർ അതല്ലല്ലോ, നമ്മൾ തമ്മിൽ തന്നെ ഫെസിലിറ്റേറ്റർ. നമ്മള് ജസ്റ്റിസ് എപ്പോഴും പറയും, എന്നോട് പാഠം ചെയ്യാറുണ്ട്, നോട്ട് യൂസ് ദ ടേം ടീച്ചർ ഓർ അങ്ങനെ യൂസ് ചെയ്യാനേ പാടില്ല. കാരണം എന്താണ്, ഇവിടെ ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ ടീച്ച് ചെയ്യുന്ന ലെക്ചർ നോട്ട്സ് വെച്ചിട്ട് ലെക്ചർ ക്ലാസ് അല്ല എടുത്തിരുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസ്, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ ഒരു ടീച്ചിങ് അല്ല, ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരാണ്. ഞങ്ങളുടെ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരാണ്. ഈ ടൈമിൽ ഈ ഓരോ ഘട്ടങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. സോ ഇനി നിങ്ങൾക്ക് സൈൻ ഇന്നും സൈൻ ഔട്ടും പറയാൻ എന്താ പിള്ളേരെ പ്രശ്നം? ബാക്കി എല്ലാ ക്ലാസ്സിലും എനിക്കിപ്പോ ഭയങ്കരമായിട്ട് ബാക്കി ഇപ്പൊ എത്ര ബാച്ചായി? ഇപ്പൊ MT നിങ്ങളിപ്പോ 4th ബാച്ചാണ്, MT 10 വരെയുള്ള ബാച്ചുകളുണ്ട്. അപ്പൊ ഇത്രയും ബാച്ചിലുള്ള ബാക്കി കുട്ടികളൊക്കെ ഓരോ ദിവസവും സൈനിങ് എത്ര മനോഹരമായിട്ടാണ് ചെയ്തത്. നിങ്ങൾ PG-ലില്ലേ? നിങ്ങള് PG-ലൊക്കെ എങ്ങനെയാണ് സൈനിങ് ചെയ്യുന്നത്? സൈനിങ് ചെയ്യാറുണ്ടോ? ഞങ്ങൾ PG-ലില്ല മാം, ഞങ്ങൾ ഡിപ്ലോമ മാത്രമേ ഉള്ളൂ. PG-ലുള്ള വേറെ പ്രോബ്ലം എന്താണെന്നറിയോ, ഇവിടെ ആർക്കും സൈനിങ്ങോ സൈൻ ഔട്ടോ അറിയത്തില്ല എന്നുള്ളതാണ് ശരിക്കുള്ള പ്രോബ്ലം. കാര്യം ജിഷമ്മ പറഞ്ഞു, നിങ്ങൾ ഒപ്പന കളിക്കാൻ, തിരുവാതിര കളിക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് കാണാത്തോണ്ട് നമുക്ക് അറിയത്തില്ല. എങ്കിലും ഞങ്ങൾ ഇത് 1, 2, 3 പേര് അത് ചെയ്തിട്ടുണ്ട് ജിഷ മാമിന്റെ, ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ജിഷ മാമിന്റെ ക്ലാസ്സിൽ. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലാത്തോണ്ടാണ് ആരും മുന്നോട്ട് വരാത്തത്. ഇത് അറിഞ്ഞായിരുന്നെങ്കിൽ എല്ലാവരും മുന്നോട്ട് വന്നേനെ. ഞാൻ ഒരു കാര്യം പറയാം, ഒരു 1 minute സ്റ്റോറിയോ മോറൽ സ്റ്റോറീസോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നല്ല ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ മോറൽ സ്റ്റോറീസ് ഇല്ലേ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നെക്സ്റ്റ് ക്ലാസ്സിൽ സൈനിങ് പറയുമ്പോൾ, ജസ്റ്റ് ടീച്ചറിന്റെ ക്ലാസ്സിലാവട്ടെ അശ്വതി ടീച്ചറിന്റെ ക്ലാസ്സിലാവട്ടെ, സൈനിങ് പറയുമ്പോൾ ഒരു മോറൽ സ്റ്റോറി പറഞ്ഞിട്ട് സൈൻ ചെയ്യും. സാർ അല്ലെങ്കിൽ ജോബ് സാറിന്റെ ക്ലാസ്സിൽ നാളെ കയറുമ്പോൾ നിങ്ങൾ പറയണം, സാർ ഞാനൊരു സ്റ്റോറി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഒരു മോറൽ സ്റ്റോറി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഞാനത് പറഞ്ഞോട്ടെ, ഞാൻ സൈനിങ് ആയിട്ട് അത് പറഞ്ഞോട്ടെ എന്നൊന്ന് ചോദിക്കുമോ? എന്നിട്ട് പെർമിഷൻ വാങ്ങിച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ്. രാവിലെ തന്നെ ഒരു മോറൽ സ്റ്റോറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആണ് പിള്ളേരെ. അതേപോലെ ഒരു കോട്സ് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഏറ്റവും ഇപ്പൊ ഒരു നമ്മളെ ഹെലൻ കെല്ലറിന്റെ സ്റ്റോറി ഉണ്ടല്ലോ, ഹെലൻ കെല്ലറിനെ കുറിച്ച് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? ഇൻസ്പിറേഷൻ കിട്ടുന്ന സ്റ്റോറീസ് അത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ഒന്ന് സൈൻ ഇൻ ചെയ്യുക. അപ്പൊ കുട്ടികൾക്ക് അവിടെ നമ്മൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ സൈൻ ഔട്ട് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ ചെറുപ്പത്തിലൊക്കെ സൈൻ ഔട്ട് എങ്ങനെയാ ചെയ്യുന്നത്? ക്ലാസ്സിൽ ഏറ്റവും അവസാനം ഒരു 10 minutes ഉള്ളപ്പോൾ ടീച്ചർ ക്ലാസ് എന്ത് ചെയ്യും, വൈൻഡപ്പ് ചെയ്യും. ഞാൻ ഇന്നത്തെ ക്ലാസ്സൊക്കെ വൈൻഡപ്പ് ചെയ്യാണ്.
നമുക്ക് ചെറിയൊരു പോയം പഠിച്ചാലോ അല്ലെങ്കിൽ ചെറിയൊരു ഗെയിം കളിച്ചാലോ അപ്പൊ പിള്ളേരെല്ലാവരും ഭയങ്കര ഉഷാറാവും. ആ ഗെയിം അല്ലേ, നല്ല രസമല്ലേ, ഓക്കെ എന്നൊക്കെ പറഞ്ഞ പിള്ളേർ ആ പാട്ടായിരിക്കും ചിലപ്പോൾ വീട് വരെയും പാടിക്കൊണ്ട് പോകുന്നത്. അന്ന് പഠിപ്പിച്ച ലെക്ചർ ക്ലാസ്സിനേക്കാളും കൂടുതൽ അവർക്ക് ആ ഇഷ്ടം ലാസ്റ്റ് പഠിപ്പിച്ച 4 ലൈൻ പോയായിരിക്കും, ഓർ ആ ഒരു ഗെയിം ആയിരിക്കും അവർക്ക് ഇഷ്ടാവുന്നത്. അപ്പൊ അങ്ങനത്തെ മാത്തമാറ്റിക്കൽ ക്വിസ്, മാത്സ് റിലേറ്റഡ് ആയിട്ട് ചെറിയ ചെറിയ ക്വിസുകൾ ഉണ്ടല്ലോ. എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നാണെന്ന് അറിഞ്ഞൂടാ, മറ്റു ക്ലാസ്സുകളിൽ നിന്ന് അങ്ങനെ ചെയ്യാറുണ്ട്. ക്വിസ് ചോദിക്കാറുണ്ട് മാത്സിലെ കാൽക്കുലേഷൻ പറഞ്ഞിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ അത് വർക്ക്ഔട്ട് ചെയ്യണം. ഞാനടക്കം പോയിരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഓരോന്നും നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ഓരോന്ന് ചെയ്തൊന്നും ഞങ്ങൾ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവരിങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ ഓരോരുത്തരും ഓരോ ടോപ്പിക് എടുക്കുന്നതാണ്. ഇപ്പൊ ഒരാൾ മോറൽ സ്റ്റോറി പറഞ്ഞു എന്ന് വിചാരിക്കും, 1 മിനിറ്റ് സ്റ്റോറി ഒരു മോറൽ സ്റ്റോറി പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഒരാൾക്ക് പോയം പറയാം, സിമ്പിൾ പോയം പറയാം. ക്ലാപ്പ് ചെയ്ത് ക്യാമറയൊക്കെ ഓൺ ചെയ്ത് അവര് എന്ത് ചെയ്ത് ക്ലാപ്പ് ഒക്കെ ചെയ്ത് അവര് ആക്ഷൻ സോങ്സ് ഒക്കെ ചെയ്യില്ല, അതേപോലെ തന്നെ ചെറിയ സോങ്ങുകളൊക്കെ പറഞ്ഞ് അവർ സൈൻ ഇൻ ചെയ്യാണ്, അല്ലെങ്കിൽ ഇതേപോലത്തെ ക്വിസ്. അപ്പൊ ഇനിയൊരു ക്ലാസ്സിൽ നിങ്ങൾ സൈൻ ഇൻ ആൻഡ് സൈൻ ഔട്ട് പറയാതിരിക്കരുത്. ഓക്കെ മാം, ഞങ്ങളിത് 2 ആഴ്ച മുമ്പ് എല്ലാരും പ്രിപ്പയർ ചെയ്ത് വന്നിരുന്ന് ഈ പറഞ്ഞവരെന്നെ പറയണ്ടല്ലോ എന്ന് ഓർത്ത് ഓരോരുത്തർക്ക് ഇങ്ങനെ അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടി വന്നു. പക്ഷെ പലർക്കും അത് പറയാനുള്ള ബുദ്ധിമുട്ടാണോ നാണാണോ എന്താണെന്ന് അറിയില്ല. എനിക്കൊരു സംശയമുണ്ട് പിള്ളേരെ, നിങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ നമ്മൾ ഇത്രയും പേരുടെ ഇടയിൽ നിങ്ങൾ പറയണം. കാരണം എന്താണ്, നാളെ ഒരു ക്ലാസ്സിൽ പോയിട്ട് ഒരിക്കലും വിറച്ച് പേടിച്ച് മാറി നിൽക്കാൻ പാടില്ല. കാരണം നമ്മള് ഇവിടെ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല, നമ്മള് ശീലിച്ചോട്ടെ, പ്രാക്ടീസ് ആക്കട്ടെ. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ പറഞ്ഞത് മോശമാണെന്ന് നിങ്ങൾക്കത് പറയാൻ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പോലും ഞങ്ങൾ ഒന്നും പറയില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, നമ്മൾ ഇത്രയും ഫ്രണ്ട്സ് അല്ല, നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഒരാളും മടി കാണിക്കുന്നുണ്ട്, എല്ലാവരും. കഴിഞ്ഞ ദിവസം ഞാൻ MD5 ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ എല്ലാവരും പരിചയപ്പെടാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പരിചയപ്പെട്ടു. അപ്പൊ അത്രയും ക്ലാസ്സിൽ മിണ്ടാതിരുന്ന കുറെ പേരുണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ അന്നാ കാണുന്നത്, അവരൊക്കെ സംസാരിക്കുന്നതൊക്കെ കാണുന്നത്. അവരൊക്കെ എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ട്, ജസ്റ്റ് പറയുമ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ ഒരു ഉൾഭയമാണ്. അതെടുത്ത് മാറ്റി വച്ചിട്ട് നമ്മള് നല്ല കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുക. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ മുതൽ ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, ഞാൻ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.